എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ്. ഇന്നത്തെ ദിവസം ഇതുപോലെ നല്ല മൂടിക്കെട്ടി നിൽക്കുകയാണ്, വെയിലൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് വെച്ചാൽ റവ കൊണ്ടുള്ള ഒരു അപ്പമാണ്. ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ കുറച്ച് ചൂടുവെള്ളം, ആ ഒരു കപ്പ് റവയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ജാറിലിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മാവാണ്, പക്ഷേ ഇതിന് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ ഇത്രയും കട്ടി നമ്മുടെ അപ്പത്തിന് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ കട്ടി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ, തേങ്ങാപ്പാൽ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറച്ച് നോക്കുക, എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഇത് കുറേ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും വെക്കണ്ട. നമുക്ക് നേരെ അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കുമ്പോൾ പാനിൽ ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റിനകം തന്നെ നമ്മുടെ അപ്പം ഓക്കെ ആയിട്ടുണ്ടാവും. മറിച്ചിട്ട് വേവിക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെൻ്റെ അവസാനത്തെ അപ്പമാണ്. എൻ്റെ ബാക്കി എല്ലാ അപ്പവും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ചെറിയ അപ്പമായിട്ടാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് അപ്പം ചുട്ടിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റാണ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ അപ്പം. തലേ ദിവസം നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മാവ് ഒക്കെ കുഴച്ച് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ രാവിലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കറി എന്ന് പറയുന്നത്, ഇന്നത്തെ കറി ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചക്ക കൊണ്ടുള്ള മസാലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു ബ്രൗൺ കളറൊക്കെ ആവാൻ ഒരുപാട് അങ്ങോട്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി, പച്ചമുളക് എല്ലാം വേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ചക്ക അധികം മൂത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് വെള്ള കളറായിട്ടിരിക്കണേ. അപ്പോൾ സാധാ നല്ല മൂത്തിട്ടുള്ള മഞ്ഞ കളറുള്ള ചക്ക ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂക്കാത്തതാണെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്ക കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കേണ്ടതായിട്ടുണ്ട്.
തേങ്ങാപ്പാൽ ചേർക്കാനായി അടിക്കണ സമയത്ത് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് നമുക്ക് അതിൽ ഏലക്കായ, കറുകാപ്പട്ട, കരയാമ്പൂ ഇത്രയും ചേർത്തിട്ട് വേണം പാല് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കറിക്ക് അത്യാവശ്യമായിട്ടുള്ള എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ചുള്ള അളവിൽ ഇതെടുക്കുക. പാൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ അപ്പത്തിൻ്റെ കൂടെ ഈ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റവ കൊണ്ടുള്ള അപ്പവും ഒപ്പം നമ്മുടെ ചക്ക കൊണ്ടുള്ള മസാലക്കറിയും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് ഒരു കുറവുണ്ട്, കുറച്ച് ചായ കൂടി വേണം. അപ്പോൾ ചായ കൂടി ഒഴിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ചായ കൂടി പകർത്താണ്. ചായ കൂടി പകർത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. ഇതിലേക്ക് നല്ല മൂത്ത ചക്ക വേണമെങ്കിൽ അത് നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ ചക്കയുടെ കുരു കളഞ്ഞെടുത്തിട്ട് അത് നമ്മളൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചക്ക ചേർക്കുന്ന സമയത്ത് ആ കുരു കൂടി ചേർത്താൽ നല്ലതാണ്. അതുപോലെ നമ്മുടെ അപ്പം ഉണ്ടല്ലോ, അതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.